اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസിനികളെ, പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും പടച്ച റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ജീവിക്കുന്ന കാലമത്രയും തഖ്വയുള്ളവരായി ജീവിതം നയിച്ചുകൊണ്ട് നാളെ പരലോകത്ത് മുത്തഖീങ്ങളോടൊപ്പം അനശ്വരമായ അള്ളാഹുവിൻ്റെ സ്വർഗീയ ജീവിതം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളുമായി ചേർത്തു പിടിച്ചിരിക്കുന്ന ഒരു സന്ദർഭം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ആ സാന്നിധ്യത്തിൽ പറയുകയുണ്ടായി: ലഅന്ത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. അല്ലാഹുവിൻ്റെ റസൂലേ, എന്നെ കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളെക്കാളും എനിക്ക് പ്രിയപ്പെട്ടവൻ അല്ലാഹുവിൻ്റെ റസൂലേ അങ്ങാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു വലിയ പ്രഖ്യാപനമാണ് നടത്തിയത്. അദ്ദേഹത്തെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടവൻ അല്ലാഹുവിൻ്റെ റസൂലാണ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു: ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ വല്ലദീ ബിനഫ്സി ബിയദിഹി. ഉമറേ, എൻ്റെ ആത്മാവ് ഏതൊരു നാഥൻ്റെ കരങ്ങളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഹത്താ അകൂന ഇലൈക മിൻ നഫ്സിക്. താങ്കൾ പറഞ്ഞുവല്ലോ, താങ്കളെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങയോടാണ് എന്ന് പറഞ്ഞല്ലോ. ആ താങ്കളെക്കാളും എന്നത് ഒഴിവാക്കി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മറ്റെന്തിനേക്കാളും താങ്കളെക്കാളും എനിക്ക് പ്രിയപ്പെട്ടവൻ എന്ന് പറയുവോളം അങ്ങ് വിശ്വാസിയാവുകയില്ല ഉമറേ. അല്ലാഹുവിൻ്റെ റസൂല് തന്റെ അനുചരന്മാർക്ക് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം,
നമ്മുടെ സ്വന്തത്തെക്കാൾ അള്ളാഹുവിന്റെ റസൂലാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതത്തിന്റെ മാതൃക പ്രവാചകൻ തന്റെ അനുചരന്മാരെ പഠിപ്പിക്കുകയാണ്. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു, ഞാനതൊന്ന് ആലോചിക്കട്ടെ, ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്ന് പറയുകയല്ല ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത്. അള്ളാഹുവിന്റെ റസൂൽ ഇത് പറയേണ്ട താമസം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നഹുൽ ആന വല്ലാഹി ലഅൻത ഹബ്ബു ഇലയ്യ മിൻ നഫ്സി. അള്ളാഹുവിന്റെ റസൂലേ, ഇതാ ഈ സമയം മുതൽ ഞാൻ തിരുത്തിയിരിക്കുന്നു. എന്റെ സ്വന്തത്തെക്കാൾ എന്റെ ജീവിതത്തിലെ മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടവൻ അള്ളാഹുവിന്റെ റസൂലേ അങ്ങാണ്. ഇത് പറയുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് താങ്കളുടെ വിശ്വാസം, താങ്കളുടെ ഈമാൻ സമ്പൂർണമായത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തിരുത്തുകയാണ്. നമുക്കൊക്കെയും ഈ ചരിത്രം അറിയാം. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാർ നബിയെ സ്നേഹിക്കാൻ പ്രത്യേക മാസങ്ങളോ ആഴ്ചകളോ ദിവസങ്ങളോ അവർ കണ്ടെത്തിയിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിലാണ് പ്രവാചകത്വം കിട്ടുന്നത്. 22ഓളം റബീഉൽ അവ്വൽ മാസം പ്രവാചകന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ പോലും, ഞാൻ ജനിച്ചത് ഈ മാസത്തിലാണ്, അതുകൊണ്ട് മഗ്രിബ് നമസ്കാരാനന്തരം എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടി എന്റെ മദ്ഹുകൾ പറയണമെന്ന് പ്രവാചകന്റെ ജീവിതത്തിൽ ഒരിക്കലും മാതൃകയില്ല. പ്രവാചകന് ശേഷമുള്ള സ്വഹാബത്തിന്റെയോ താബിഈങ്ങളുടെയോ തബഅ താബിഈങ്ങളുടെയോ മദ്ഹബിന്റെ ഇമാമിങ്ങളുടെയോ ഒന്നും മാതൃക അതിലില്ല സഹോദരങ്ങളെ. എന്നാൽ നാം ജീവിക്കുന്ന ഈ പുതിയ കാലം റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ മാത്രം അള്ളാഹുവിന്റെ റസൂലിന് പ്രത്യേകമായ ഒരു മദ്ഹും പ്രത്യേകമായ പ്രകീർത്തനങ്ങളും എന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ വലിയൊരു പുരോഹിതൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി 1/2 സെന്റിമീറ്ററോളം വളർന്നു എന്ന് വലിയൊരു സമൂഹത്തിന്റെ പാമരങ്ങളായ സാധുക്കളായ മനുഷ്യരുടെ മുന്നിൽ ആ പുരോഹിതൻ പറയുമ്പോ, റബീഉൽ അവ്വൽ ഈ മാസത്തിൽ എന്തെല്ലാം കച്ചവടങ്ങളും ബിസിനസ്സുകളും നടത്താൻ കഴിയുമെന്ന ആലോചനയിൽ പുരോഹിതന്മാർ പുതിയ പുതിയ തന്ത്രങ്ങൾ മെനയുമ്പോ, സഹസ്രാബ്ദങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് സ്വന്തം ജീവനേക്കാളേറെ, സ്വന്തം മാതാപിതാക്കളെക്കാളേറെ, തന്റെ പ്രിയപ്പെട്ട പ്രിയതമയെക്കാളേറെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നതിന്റെ എത്രയെത്രയോ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഉഹദിന്റെ രണാങ്കണത്തിൽ, ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ആദ്യം വിശ്വാസികൾക്ക്, മുസ്ലിമീങ്ങൾക്കായിരുന്നു വലിയ വിജയം. ആ വിശ്വാസികൾക്ക് ഉഹദിന്റെ രണഭൂമിയിൽ ശത്രുക്കൾ ഇരണ്ടോടുകയും അങ്ങനെ ശത്രുക്കൾ യുദ്ധമൈതാനിയിൽ നിന്ന് പൂർണ്ണമായി വിരമിച്ചു എന്ന് കരുതി അള്ളാഹുവിന്റെ റസൂൽ അസ്ത്രപ്രയോഗത്തിൽ നിപുണന്മാരായിരുന്ന ഒരു കൂട്ടം സ്വഹാബത്തിനെ മലമുകളിൽ നിർത്തിയിരുന്നു. റസൂല് പറഞ്ഞു, എന്റെ അനുമതി കിട്ടിയിട്ടേ നിങ്ങൾ താഴേക്ക് ഇറങ്ങി വരാവൂ. യുദ്ധം വിജയിച്ചു എന്ന് മനസ്സിലാക്കി, യുദ്ധം പൂർണ്ണമായി അവസാനിച്ചു എന്ന് കണക്കാക്കിക്കൊണ്ട് അസ്ത്രപ്രയോഗത്തിൽ നിപുണന്മാരായിരുന്ന അനുചരന്മാര് താഴേക്ക് ഇറങ്ങി. അന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ശത്രുപക്ഷത്തായിരുന്നു. അദ്ദേഹമായിരുന്നു ശത്രുപക്ഷത്തിന്റെ പട നയിച്ചിരുന്നത്. ഒരു യുദ്ധതന്ത്രത്തിന്റെ ഒരു തന്ത്രമായിരുന്നു യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയും അവർ മലമുകളിലേക്ക് കടന്നു വന്നുകൊണ്ട്
താഴെയുണ്ടായിരുന്ന അല്ലാഹുവിന്റെ റസൂലിനെയും സ്വഹാബത്തിനെയും ശക്തമായ രൂപത്തിൽ അവർ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. റസൂലിന്റെ സ്വഹാബികൾ ചിതറിയോടിയിട്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റും 4ഓളം സ്വഹാബികൾ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രതിരോധം തീർക്കുകയുണ്ടായി. മലമുകളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ വകവരുത്താൻ അമ്പെയ്യുമ്പോ മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ആ അമ്പുകൾ ഓരോന്നും സ്വന്തം ശരീരങ്ങൾ കൊണ്ട് 4 ഭാഗവും പ്രവാചകന്റെ ശരീരത്തിലേക്ക് വരുന്ന അമ്പുകൾ സ്വന്തം ശരീരം കാണിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് ഭയപ്പെടരുത്, എന്റെ ശരീരത്തിലേക്ക് അമ്പ് തറച്ചിട്ടേ ആ അമ്പ് അങ്ങയുടെ ശരീരത്തിലേക്ക് കടന്നു വരികയുള്ളൂ. പ്രവാചകരെ, അങ്ങ് വ്യസനിക്കണ്ട. ആ ത്വൽഹ റളിയല്ലാഹു അൻഹു അവസാനം ബോധരഹിതനായി താഴെ വീഴുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഒരു അമ്പ് വന്ന് തറയ്ക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലേക്ക് ഒരാണി വന്ന് തറക്കുമ്പോ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സ്വന്തം പല്ലുകൾ കൊണ്ടത് കടിച്ചെടുക്കാൻ ശ്രമിച്ചു. സ്വന്തം പല്ലുകൾ കൊണ്ട് കടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടും അടർന്നു മാറാതെ വന്നപ്പോ സ്വന്തം പല്ലുകൾ കൊണ്ട് കടിച്ചമർത്തി വലിച്ചെടുത്തപ്പോ അദ്ദേഹത്തിന്റെ 2 മുൻപല്ലുകൾ ഇളകി താഴെ വീണു. ഉഹദ് യുദ്ധത്തിന്റെ ആ പ്രതിസന്ധി എല്ലാം കഴിഞ്ഞിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരോട് ഒരു അത്ഭുതകരമായ വർത്തമാനം പറയുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മൻ അറാദ അൻ യൻദുറ ഇലാ ഷഹീദ്, നിങ്ങൾക്കൊരു രക്തസാക്ഷിയെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്താണ് ആ രക്തസാക്ഷിയുടെ പ്രത്യേകത? ഒരു അത്ഭുതകരമായ വർത്തമാനം പ്രവാചകൻ പറയുകയാണ്. യംശി അലാ റിജ്ലൈഹി, 2 കാലുകളിൽ നടന്നു പോകുന്ന, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ഒന്നൊരു ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ, നിങ്ങൾ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ ത്വൽഹ റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കുക. അത്ര കണ്ട് ആ റസൂലിന്റെ അനുചരന്മാർ അല്ലാഹുവിന്റെ റസൂലിനെ സ്വന്തം മാതാപിതാക്കളെക്കാൾ സ്വന്തം ശരീരത്തെക്കാൾ ഏറെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കൊക്കെയും അറിയാം. മഹാനായ സഈദ് ഇബ്നു ആബിർ റളിയല്ലാഹു അൻഹു പറയുകയായിരുന്നു, അക്കാലഘട്ടത്തിൽ ഞാൻ ശത്രുപക്ഷത്തായിരുന്നു, ഞാൻ വിശ്വാസിയായിരുന്നില്ല. ഹുബൈബിനെ അവർ പിടിച്ചുകൊണ്ടുവന്ന് ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ ആൾക്കൂട്ടാക്രമണങ്ങൾ നടത്തുന്നത് പോലെ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുകൊണ്ടുവന്ന് അവർ മരത്തടിയിൽ ഒരു കുരിശുണ്ടാക്കുകയാണ്. ആ കുരിശിൽ 2 കൈകളും ബന്ധിച്ചിട്ട് ആ കൈകളിലേക്ക് ആണി അടിച്ചിറക്കിയതിനു ശേഷം മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് മക്കാ മുശ്രിക്കുകൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഹുബൈബേ, നിനക്ക് ഈ ദാരുണമായ വേദനാജനകമായ ദുരന്തങ്ങൾ വരാൻ കാരണം മുഹമ്മദിന്റെ മാർഗം സ്വീകരിച്ചത് കൊണ്ടാണ്. മുഹമ്മദ് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദി ആദർശം സ്വീകരിച്ചത് കൊണ്ടാണ്. എന്നാൽ നിന്നെ ഈ കഴുകുമരത്തിൽ നിന്ന് ഞങ്ങൾ നിശേഷം മാറ്റാം. നിന്റെ മനസ്സിൽ നീ ഒന്ന് കരുതുക, നിന്റെ സ്ഥാനത്ത് ഞങ്ങൾ മുഹമ്മദിനെ കൊണ്ടുവരാം. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ചുമന്നു തൊടുത്തു. എന്നിട്ട് ആ കൈകളിൽ നിന്ന് രക്തമൊഴുകുമ്പോഴും ആ മഹാനുഭാവൻ വിളിച്ചു ചോദിച്ചത്, എന്റെ പ്രവാചകനെ കുറിച്ച്, എന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതിയത്? എന്റെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് ലോകത്തൊരു നേതാവിനും നേടിയെടുക്കാൻ കഴിയാത്ത
സ്വന്തം ശരീരത്തെക്കാളേറെ സ്നേഹിക്കുന്ന ഈ അനുയായി വൃദ്ധം അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്. സഹോദരങ്ങളെ, അത്രത്തോളം എത്രയോ ചരിത്രത്തിന്റെ സംഭവങ്ങളാണ്, പ്രവാചകനെ സ്നേഹിക്കുന്ന ചരിത്ര സംഭവങ്ങളാണ് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഖുതുബ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഫോൺ കോൾ വരുന്നു. ഒരു അപകടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ജീവിത പങ്കാളി മരണപ്പെട്ടു. ആ വാഹനത്തിലുണ്ടായിരുന്ന ഉപ്പയും ഉമ്മയും മകനും മരണപ്പെട്ടു എന്നൊരു നമ്മുടെ ഫോൺ കോൾ വരികയാണെങ്കിൽ നാം ബോധരഹിതരായി താഴെ വീണുപോകും സഹോദരങ്ങളെ. എന്നാൽ മഹാനായ ഹൻസാ റളിയല്ലാഹു അൻഹ, ചരിത്രത്തിലെ വീരവനിതയായ ആ മഹദി ഒരു യുദ്ധ കാമ്പൗണ്ടിലേക്ക് വരുമ്പോ നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടു, നിങ്ങളുടെ പിതാവുമായി യുദ്ധത്തിൽ മരണപ്പെട്ടു, നിങ്ങളുടെ സഹോദരനുമായി യുദ്ധത്തിൽ മരണപ്പെട്ടു, നിങ്ങളുടെ മകനും മരണപ്പെട്ടു എന്ന് പറയുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ട് ആ പരലോക രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നിറഞ്ഞ കണ്ണുകളോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ ആ മഹദി ചോദിച്ചത്, എന്റെ പ്രവാചകൻ എന്തെങ്കിലും സംഭവിച്ചോ? റസൂലിന്റെ അനുചരന്മാർ പറഞ്ഞു, പ്രവാചകനൊന്നും സംഭവിച്ചിട്ടില്ല. എന്റെ മനസ്സിന്റെ ആദിയും വെപ്രാളവും എന്റെ പ്രവാചകൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ചായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബ വനിതകൾ അവർ സ്നേഹിച്ചിരുന്നത് പ്രത്യേക ഒരു മാസത്തോ ഒരു കാലത്തിലോ അല്ല. എന്തിനു വേണ്ടിയിട്ടായിരുന്നു സഹോദരങ്ങളെ അവർ പ്രവാചകനെ സ്നേഹിച്ചിരുന്നത്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ തൗഹീദ് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, അഥവാ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യണം. എങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അവൻ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് മാപ്പാക്കുകയും ചെയ്യും. എന്താണ് സഹോദരങ്ങളെ പ്രവാചക സ്നേഹമെന്ന് പറയുന്ന ഇത്തിബാഅ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം ഖിയാമത്ത് നാൾ വരെ ജനിക്കാൻ പോകുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ ശിർക്കിന്റെ ഒരു അംശവുമില്ലാതെ ശുദ്ധമായ തൗഹീദി വിശ്വാസം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ പ്രവാചകനാണ്, എന്റെ ആദർശവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ തൗഹീദി ആദർശവും സ്വീകരിച്ച് അള്ളാഹുവിന്റെ പടപ്പുകളിൽ നിന്നൊരടിമയും അഗ്നിജ്വാലയിലേക്ക് വീഴരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ദൗത്യത്തെ കുറിച്ച് പ്രവാചകൻ പറയുകയാണ്. എന്റെ ദൗത്യം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വിളക്ക് കത്തിച്ച ഒരാളുടെ ഉപമ പോലെയാണ്. ആ വിളക്ക് കത്തിച്ചിട്ട് ആ വിളക്കിലേക്ക്, ആ ജ്വാലയിലേക്ക് ഈയാമ്പാറ്റകളും പ്രാണികളും പറന്നെടുക്കുകയാണ്. അവിടെ ഞാൻ ആ അഗ്നിയിൽ നിന്ന് മനുഷ്യരെ അവരുടെ അരക്കെട്ടുകളിലേക്ക് പിടിച്ചു വലിക്കുകയാണ്, അഗ്നിജ്വാലയിലേക്ക് ചാടാതിരിക്കാൻ. പക്ഷേ എന്റെ കരങ്ങൾ തട്ടിമാറ്റിക്കൊണ്ട് അവർ നരകാഗ്നിയിലേക്ക്, അവർ ബഹുദൈവാരാധനയിലേക്ക്, റബ്ബിനോട് പങ്കു ചേർക്കുന്നതിലേക്ക് എടുത്തു ചാടിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെയും പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മൾ പാരായണം ചെയ്തതാണ്. ഖുതുബയുടെ ആമുഖമായി ഞാൻ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ വചനം, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസ്സഫ. നബിയേ, ഈ തൗഹീദി ആദർശം വിശ്വസിക്കാത്തതിന്റെ പേരിൽ, അതിന്റെ പേരിൽ മനം തൊന്ത് താങ്കളുടെ ജീവൻ അപകടപ്പെടുത്തിയേക്കാം. ഇങ്ങനെ ദുഃഖിക്കേണ്ട, ഇങ്ങനെ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല പ്രവാചകരെ.
വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ഈ വ്യക്തമായ സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുക്കൽ മാത്രമേ താങ്കൾക്ക് ബാധ്യതയുള്ള പ്രവാചകരെ. നാം ചിന്തിച്ചു നോക്കണം സഹോദരങ്ങളെ. ഒരു ജൂത സഹോദരന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണീറ്റ് നിന്നു. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വരുന്നു. എന്തേ കാരണം? അള്ളാഹുവിന്റെ റസൂലായി ഞാൻ ജീവിച്ചിരിക്കെ ഈ സത്യ ആദർശം സ്വീകരിക്കാൻ കഴിയാതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഉൾക്കൊള്ളാൻ കഴിയാതെ, പ്രപഞ്ചത്തിന്റെ നാഥൻ അല്ലാഹുവല്ലാതെ മറ്റൊരാരാധ്യനുമില്ല എന്ന വിശ്വാസമില്ലാതെ ആ സഹോദരൻ മരണപ്പെട്ടു പോയല്ലോ എന്ന ദുഃഖത്താലാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫ. അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആദർശം സ്വീകരിക്കാത്തതിന്റെ പേരിൽ, റബ്ബിനോടൊന്നിനെയും പങ്കുചേർക്കാതെ ലാത്തയെയും ഉസ്സയെയും മനാത്തിനെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ശുദ്ധമായ തൗഹീദി ആദർശം സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തിബാ. പ്രവാചകനെ പിൻപറ്റുക എന്നുള്ളത് സഹോദരങ്ങളെ. പ്രവാചകൻ എങ്ങനെ ഭക്ഷണം കഴിച്ചു? ഭക്ഷണം കഴിക്കുമ്പോ അള്ളാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുകയും, ഭക്ഷണത്തെ കുറ്റം പറയാതെ, ഭാര്യയെ അസഭ്യം പറയാതെ, മക്കളോട് മാന്യമായി പെരുമാറുന്ന, ഉഹദിന്റെ രണഭൂമിയിൽ അസ്ത്രപ്രയോഗത്തിൽ നിപുണന്മാരായ അനുചരന്മാര് മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ടും, എന്തേ നിങ്ങൾ, ആരുടെ അനുമതി കിട്ടിയിട്ടാണ് നിങ്ങൾ താഴെ ഇറങ്ങി വന്നതെന്ന് ചോദിക്കാത്ത പ്രവാചകൻ, എല്ലാവരെയും ചേർത്തു പിടിക്കുന്ന, അസൂയയും വൈരാഗ്യവും പകയുമില്ലാത്ത സ്നേഹമുള്ള ആ ഹൃദയാനുഭാവമുള്ള പ്രവാചകനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബ്. നബിയെ, കഠിന ഹൃദയനും അതുപോലെ തന്നെ പരുഷ സ്വഭാവിയും താങ്കളായിരുന്നുവെങ്കിൽ, താങ്കളുടെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം എത്ര വിശുദ്ധമാണെങ്കിലും ശരി, ലം ഫല്ലു മിൻ ഹൗലിക്, ഈ അനുചരന്മാർ പിന്മാറുമായിരുന്നു. താങ്കളുടെ സ്നേഹം കൊണ്ടാണ്. കറുത്തവരെയും വെളുത്തവരെയും താഴ്ന്നവരെയും സാധുക്കളെയും ചേർത്തു പിടിക്കുന്ന, ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം സമൂഹത്തെ പഠിപ്പിച്ച് ആ ആദർശത്തിൽ നിന്ന് തന്റെ അനുചരന്മാർ വിട്ടുപോകുമോ എന്ന പ്രയാസത്താൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫ. നബിയേ, ആ മനുഷ്യർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ, ഈ തൗഹീദ് ഉൾക്കൊള്ളാത്തതിന്റെ പേരിൽ നബിയെ അങ്ങയുടെ ജീവൻ അപകടപ്പെടുത്തിയേക്കാം. അത്രത്തോളം പ്രയാസവും വേദനയും പ്രവാചകന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അപ്പോൾ സഹോദരങ്ങളെ, പ്രവാചക സ്നേഹമെന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിൽ എന്താണോ ആ തൗഹീദി വിശ്വാസം, അതേ വിശ്വാസവും അതേ ആദർശവും അതേ സ്നേഹവും അതേ മാനവികമായ ചേർത്തുപിടിക്കലുമാണ് ഒരു വിശ്വാസിക്ക് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ പ്രബോധനം ജനമനസ്സുകളിലേക്ക് കടന്നു വന്നപ്പോ, മക്കാ മുശ്രിക്കുകളുടെ ഉപദ്രവം അസഹനീയമായപ്പോ, എൻ്റെ ഉമ്മയുടെ ആൾക്കാരാണ് ത്വായിഫിലുള്ളത്, ത്വായിഫുകാരെന്നെ സ്വീകരിക്കും, എൻ്റെ ആദർശം സ്വീകരിക്കും, എനിക്ക് വേണ്ടി അവരുടെ വാതിലുകൾ തുറക്കപ്പെടും, എന്റെ ബന്ധുക്കളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമെന്ന വലിയ പ്രതീക്ഷയോടെ ത്വായിഫിലേക്ക് പോകുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം തന്റെ ഉമ്മയുടെ കുടുംബക്കാരോട് പറയുമ്പോ, പാരമ്പര്യ വിശ്വാസങ്ങളെ തള്ളിപ്പറഞ്ഞ ആ പ്രവാചകനെ കല്ലെറിയുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുകയും ചെയ്തു. ത്വായിഫിന്റെ 2 മലമുകളിൽ, ആ മലയിടുക്കുകളിൽ ആ സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള ഉടമ്പടിയുമായി വരുമ്പോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നി അർജു മിൻ അസ്ലാബിഹിം
മൻ യഅബുദുല്ലാഹ വഹ്ദ ലാ യുശ്രികൂന ബിഹി ശൈഅ. അല്ലാഹുവിന്റെ റസൂല് ആ സമയത്ത് പറഞ്ഞത് ഇന്നി അർജു മിൻ അസ്ലാബിഹിം, അവരുടെ മുതുകുകളിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നത് മൻ യഅബുദുല്ലാഹ വഹ്ദ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും വലാ യുശ്രികൂന ബിഹി ശൈഅ, അല്ലാഹുവിനോടൊന്നിനെയും പങ്കു ചേർക്കാത്ത ഒരു ജനത തോയിഫിന്റെ തലമുറയിൽ ജനിക്കുമെങ്കിൽ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവേ, ഈ ജനതയെ നീ ശിക്ഷിക്കരുതേ എന്ന പ്രാർത്ഥനയായിരുന്നു പ്രവാചകന്റേത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ മസ്ജിദുകൾ റബീഉൽ അവ്വൽ മാസമാകുമ്പോ വിളക്കുകളും ലൈറ്റുകളും ഒക്കെ അലങ്കരിച്ച് ക്രൈസ്തവ സഹോദരന്മാർ ക്രിസ്മസ് ആഘോഷിക്കുന്നത് പോലെ അള്ളാഹുവിനെ വിട്ടിട്ട് ആ പ്രവാചകനെ ആരാധിച്ചതുപോലെ, ക്രൈസ്തവ സമൂഹം ആരാധിച്ചതുപോലെ മുസ്ലിം ഉമ്മത്ത് പതനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. റബീഉൽ അവ്വലിൽ നമ്മുടെ മസ്ജിദുകളിൽ പാരായണം ചെയ്യുന്ന അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത മാല മൗലൂദുകളിൽ നിന്ന് ഇർതക്ബതു അലൽ ഖതാ വൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, നമ്മുടെ പള്ളികളിൽ നിന്ന് അത് കേൾക്കുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം സഹോദരങ്ങളെ? റസൂലോ സ്വഹാബത്തോ താബിഈങ്ങളോ പഠിപ്പിച്ചതാണോ? ഇർതക്ബതു അലൽ ഖതാ വൈറ ഹസ്രിൻ വഅദദ്, ഒട്ടനവധി തെറ്റുകുറ്റങ്ങളും പാപങ്ങളും പ്രവർത്തിച്ചു പോയി പ്രവാചകരെ. ഇർതക്ബതു അലൽ ഖതാ വൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, ലക അഷ്കൂ, എന്റെ സങ്കടങ്ങളും എന്റെ ആവലാദികളും എന്റെ പാപങ്ങളും പ്രവാചകരെ അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു എന്ന ആ ശിർക്കിന്റെ ബഹുദൈവ ആരാധനയുടെ വചനങ്ങൾ, അള്ളാഹുവിന്റെ ഭവനങ്ങൾ, അന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകൾ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അവിടെ അള്ളാഹു അല്ലാത്ത ഒന്നിനെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ ജൂത ക്രൈസ്തവർ അവരുടെ പ്രവാചകന്മാരോട് പ്രാർത്ഥിക്കുന്നത് പോലെ ഇർതക്ബതു അലൽ ഖതാ വൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് അവർ പ്രകീർത്തനം നടത്തുമ്പോൾ അത് തിരുത്തി കൊടുക്കേണ്ട, അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി കൊടുക്കേണ്ട. പ്രവാചക സ്നേഹമെന്നാൽ പ്രവാചകനോട് സങ്കടങ്ങളും ആവലാദികളും പറയലല്ല. പ്രവാചകൻ പഠിപ്പിച്ചത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർവ്വ പ്രവാചകന്മാരോടൊന്നും അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും റബ്ബനാ റബ്ബനാ, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ രക്ഷിതാവേ, ആ റബ്ബല്ലാത്ത പടപ്പുകളിലേക്ക്, സൃഷ്ടികളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ എത്തുമ്പോ സഹോദരങ്ങളെ, ലഇൻ അശ്റക്ത, നബിയേ, അങ്ങയിലെങ്ങാനും ബഹുദൈവ ആരാധന വന്നുപോയാൽ ലയഹ്ബതന അമലുക്, തങ്ങളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ പരാജയപ്പെട്ടു പോകും പ്രവാചകരെ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ പ്രവാചക സ്നേഹം അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാഅ് ചെയ്യലാണ്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെയാണ് പിൻപറ്റേണ്ടത്. അഥവാ പ്രവാചകനെയാണ് ഇത്തിബാഅ് ചെയ്യേണ്ടത്. പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുക എന്നാൽ പ്രവാചകന്റെ വിശ്വാസം എന്താണ്, പ്രവാചകൻ എങ്ങനെയാണ് നമസ്കരിച്ചത്, പ്രവാചകൻ എങ്ങനെയാണ് നോമ്പനുഷ്ഠിച്ചത്, പ്രവാചകൻ എങ്ങനെയാണ് സമൂഹത്തോടും മനുഷ്യരോടും പെരുമാറിയിരുന്നത്, ആ വിശാല മനസ്കതയും സ്നേഹവും ഔദാര്യവും വിട്ടുവീഴ്ചയും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, തീർച്ചയായും നബിയെ, താങ്കളാണ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമസ്ഥൻ. നമ്മളൊരു കച്ചവടക്കാരനാണെങ്കിൽ ആ മുസ്ലിമായ ആ കച്ചവടക്കാരൻ, ആ മെഡിക്കൽ ഷോപ്പ് ഉടമ, ആ പലചരക്ക് കച്ചവടക്കാരൻ ഒരാളെയും പറ്റിക്കില്ല.
നല്ലൊരു വിശ്വാസിയാണ്, ദൈവബോധമുള്ള വ്യക്തിയാണ്. ഒരു 100 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ അന്ന് സൂര്യൻ